അതിരാവിലെ തന്നെ എണീറ്റ് താജ്മഹലിലേക്കുള്ള യാത്ര തുടങ്ങിയതാണ്. സെക്യൂരിറ്റി ചെക്കിംഗ് ഒക്കെ കഴിഞ്ഞ് ഒരുപാട് ദൂരം നടന്നു വേണം ഗേറ്റിലേക്ക് എത്താൻ. അങ്ങനെ താജ്മഹൽ കണ്ടു തുടങ്ങിയിട്ടുണ്ട്. റെഡ് സ്റ്റോൺ കൊണ്ട് നിർമ്മിച്ച 4 ഗേറ്റുകളാണ് ഇവിടെ ഉള്ളത്. അതിലെ മെയിൻ ഗേറ്റായ ഗ്രേറ്റ് ഗേറ്റിലൂടെയാണ് ഞങ്ങൾ ഉള്ളിൽ പ്രവേശിച്ചത്. നോയുടെ ഫോട്ടോഗ്രാഫിയാണ് ആ കാണുന്നത്. അവൻ സൂം ചെയ്ത് താജ്മഹൽ കാണാതായിട്ടുണ്ട് കേട്ടോ. ഒരു ദിവസത്തിലെ സമയം അനുസരിച്ച് താജ്മഹലിന്റെ കളറും മാറിക്കൊണ്ടിരിക്കും. മോർണിംഗ് ടൈമിൽ താജ്മഹൽ ഒരു പിങ്കിഷ് കളറായിട്ടാണ് കാണുന്നത്, ഡേ ടൈമിൽ വൈറ്റ് കളറും. എന്നാൽ മൂൺലൈറ്റിൽ ഇത് നല്ല ഗോൾഡൻ കളറായിട്ടാണ് നമുക്ക് കാണാൻ പറ്റുക. അപ്പം നമുക്ക് ഫുൾ മൂൺ ഉള്ള ദിവസങ്ങളിൽ ഇവിടെ രാത്രിയിലും പ്രവേശനം ഉണ്ടാവാറുണ്ട്. താജ്മഹലിൻ്റെ ഉള്ളിൽ പ്രവേശിക്കാൻ ഷൂ കവർ വേണം. ഇവിടെ അത് ഫ്രീ ആയിട്ട് അവൈലബിൾ ആണെങ്കിലും നല്ല നീറ്റായതൊക്കെ നമുക്ക് കിട്ടുമെന്നൊന്നും വിചാരിക്കണ്ട കേട്ടോ. അതുപോലെ തന്നെ കിട്ടാനായിട്ട് കുറച്ച് സമയം വെയിറ്റ് ചെയ്യേണ്ടിയും വരും. നോയ് അത് ഇടാൻ മടി കാണിച്ചുകൊണ്ട് ഊരിക്കളയാണ്. പിന്നെ അവനെ കുറച്ച് നിർബന്ധിച്ച് അത് ഇടിപ്പിക്കുവാണ്. ഇത്ര രാവിലെ തന്നെ ഇവിടെ എത്തിയിട്ട് ഇവിടുത്തെ ഒരു ക്യൂ കണ്ടില്ലേ, അത്ര തിരക്കാണ് ഇവിടെ. ഖുറാനിലെ വാക്യങ്ങളൊക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഭൂകമ്പം വന്നാലും താജ്മഹലിന് കേടുപാടുകളൊന്നും സംഭവിക്കാത്ത തരത്തിലാണ് 4 സൈഡിലുള്ള ഗോപുരങ്ങൾ ഇവിടെ നിർമ്മിച്ചേക്കുന്നത്. ഫോട്ടോഗ്രാഫി ഉള്ളിലേക്ക് അലൗഡ് അല്ലായിരുന്നു. താജ്മഹലിന്റെ സൈഡിലൂടെയുള്ള യമുനാ നദിയിലൂടെ ഒഴുകിപ്പോകുന്ന ഡയപ്പറാണ് കാണുന്നത്. എത്ര മോശപ്പെട്ട ഒരു കാഴ്ചയാണല്ലോ അത്. ഇന്ത്യയിൽ ഏറ്റവും ഭംഗിയായിട്ട് വയ്ക്കേണ്ട ഒരു സ്ഥലമാണ് ആഗ്ര. താജ്മഹലിൽ നമ്മൾ കണ്ട ആളുകളിൽ 50% ആൾക്കാരും ഫോറിനേഴ്സ് ആയിരുന്നു. അപ്പം നമ്മൾ ഇന്ത്യയുടെ പല ഭാഗങ്ങളും നമ്മൾ കണ്ടിട്ടുണ്ട്. ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻസിലൊക്കെ അത്യാവശ്യം നീറ്റായിട്ടൊക്കെയാണ് കിടക്കുന്നത്. പക്ഷെ ഇവിടെ എന്ത് പറ്റിയെന്ന് അറിഞ്ഞുകൂടാ. ഏറ്റവും നന്നായിട്ട് നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു സ്ഥലമായിരുന്നു ഇത്, പറയാതെ വയ്യ. അങ്ങനെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് യാത്ര തുടരുകയാണ്. ഇനി എവിടെയും അധികം നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റത്തില്ല. ഞങ്ങൾ നേരെ ബാംഗ്ലൂരിലേക്കാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ മുഴുവൻ എന്തൊക്കെയോ ആഘോഷം നടക്കുകയാണ്. കുട്ടികളും മുതിർന്നവരും എല്ലാം റോഡിലൂടെ ഡാൻസ് ഒക്കെ ചെയ്തുകൊണ്ടാണ് പോകുന്നത്. നല്ലൊരു അടിപൊളി കാഴ്ചയായിരുന്നു അത്. ലഞ്ച് കഴിക്കാനുള്ള ടൈം ആയെങ്കിലും കഴിക്കാൻ പറ്റിയ നീറ്റായിട്ടൊരു സ്ഥലം കണ്ടുപിടിക്കാൻ നമുക്ക് പറ്റിയിട്ടില്ല. എപ്പോഴാണ് ശരിക്കും കുക്കിംഗ് ഒക്കെ ചെയ്യേണ്ടിയിരുന്നത്. പക്ഷെ പുറത്ത് നല്ല ചൂടായിരുന്നു. അതുപോലെ തന്നെ നമുക്ക് അധികം സമയം വേസ്റ്റ് ചെയ്യാൻ പറ്റാത്തതും കൊണ്ട് നമുക്ക് കുക്കിംഗ് എന്തായാലും നടക്കത്തില്ല. അങ്ങനെ പ്രതീക്ഷിക്കാതെ നമുക്കൊരു റെസ്റ്റോറൻറ്റ് കിട്ടി. നല്ല നീറ്റായിട്ടുള്ള റെസ്റ്റോറൻ്റ് ആയിരുന്നു. നല്ല ഫുഡും കിട്ടി. നമ്മൾ ഇനിയും യാത്ര തുടരുകയാണ്.